ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് എന്നെ നിങ്ങൾ ഭജിക്കേണ്ടുന്നത്. നമ്മൾ സാധാരണയായിട്ട് പറയും ഭഗവാനെ ആശ്രയിക്കുക, മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഭഗവാനെ ആശ്രയിക്കുക, മറ്റൊന്നും ചിന്തിക്കാതെ നിരന്തരം ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കാനോ, എപ്പോഴും നമ്മൾ നല്ല വാക്കുകൾ മാത്രം പറയാനോ, എപ്പോഴും നമ്മൾ ഈശ്വരൻ്റെ സേവ മാത്രം ചെയ്തുകൊണ്ടിരിക്കാനോ, എപ്പോഴും ദേഷ്യപ്പെടാതിരിക്കാനോ ഒന്നും തന്നെ നമുക്ക് സാധിക്കുകയില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും, നമ്മൾ വഴക്കുണ്ടാക്കും, ചിലപ്പോൾ നമ്മുടെ നാവിൽ നിന്നും വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ വരും, അല്പം കുശുമ്പും അസൂയയും ഒക്കെ നമുക്കുണ്ടാകും. കാരണം കലിയുഗത്തിലെ മനുഷ്യരാണ് നമ്മൾ. കലിയുഗത്തിൽ മാത്രമല്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള ഏതാണ്ട് എല്ലാ യുഗങ്ങളിലും അസൂയയും ദേഷ്യവും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ തന്നെ ഭഗവാനെ ഭജിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എങ്ങനെ ഭഗവാനെ ഭജിക്കണം, മറ്റു ജോലികൾക്കിടയിൽ നിങ്ങൾ എങ്ങനെ നാമം ജപിക്കണം, എങ്ങനെ എന്നെ പ്രാർത്ഥിക്കണമെന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ രാജവിദ്യ രാജഗുഹ്യ യോഗ എന്ന അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്ലോകം ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. സതതം കീർത്തനയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസത്തെ. എന്താണ് ഇതിൻ്റെ അർത്ഥം? സതതം എന്നാൽ എപ്പോഴും എന്നാണ് അർത്ഥം. കീർത്തയന്തോ അതിൻ്റെ അർത്ഥം കീർത്തിക്കുക എന്നാണ്. മാം എന്നെ എന്നാണ് അർത്ഥം. യദന്ത ആശ്രയിച്ച്, ച കൂടെ, ദൃഢവ്രത ദൃഢപ്രതിജ്ഞ, നമസ്യന്ത അർത്ഥം സാഷ്ടാംഗപ്രണാമം, ച കൂടെ, മാം എന്നെ, ഭക്ത്യ ആദരപൂർവം എന്നാണ് ഭക്തിയായുടെ അർത്ഥം. നിത്യയുക്ത എപ്പോഴും ഉറച്ചത്, എപ്പോഴും ഉറച്ച, അതാണ് അർത്ഥം. ഉപാസതേ അർത്ഥം വർഷിപ്പ്, ഉപാസിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ശ്ലോകാർത്ഥം എങ്ങനെയാണ്? എപ്പോഴും എന്നെ കീർത്തിക്കുകയും ദൃഢവ്രതന്മാരായി ആശ്രയിക്കുകയും എന്നെ ഭക്തിയോടുകൂടി നമസ്കരിക്കുകയും ചെയ്തുകൊണ്ട് ഉറച്ച മനസ്സോടുകൂടി എന്നെ ഉപാസിക്കുന്നു. എങ്ങനെയുള്ളവർ? യഥാർത്ഥ ഭക്തന്മാർ. അങ്ങനെ ഉപാസിക്കണമെന്നാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? നമ്മളോട് പറയുന്നത്. അതായത് ഭഗവത് പ്രാപ്തി എന്ന ലക്ഷ്യത്തിൽ ഉറപ്പു വന്നവർ, അതായത് എനിക്ക് ഭഗവാൻ മാത്രം മതി, മോക്ഷം ലഭിക്കണം, ഭഗവാന്റെ അപാരമായ സ്നേഹം എനിക്ക് ലഭിക്കണം എന്ന ഒരു ലക്ഷ്യത്തിലൂടെ മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരെന്താണ് ചെയ്യേണ്ടുന്നത്? സദാ ഭഗവാന്റെ നാമം ഉച്ചരിച്ചും നിശ്ചയദാർഢ്യത്തോടുകൂടി ഇന്ദ്രിയ മനസ്സുകളെ വശത്താക്കുകയും സ്വധർമ്മമനുഷ്ഠിച്ചും ഭഗവത് സാന്നിധ്യത്തിൽ നമസ്കരിച്ചും പരമപ്രേമത്തോടും കൂടി എന്നെ ഭജിക്കുന്നു. ആരാണ് ഭജിക്കുന്നത്? ഭഗവാനെ ആശ്രയിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, എപ്പോഴും ജപിച്ചുകൊണ്ടേയിരിക്കുക, ഇന്ദ്രിയ മനസ്സുകളെ വശത്താക്കുക. അതായത് കഴിവതും എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യമൊന്നും വരില്ല, അസൂയയും കുശുമ്പുമൊന്നും തോന്നുകയില്ല എന്നും കൂടി ഭഗവാൻ ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. കാരണം നമ്മൾ സാധാരണ മനുഷ്യരാണ്. ചിലപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്? ആരെയെങ്കിലും ഒന്ന് കാണുമ്പം 2 കുറ്റം അമ്പലത്തിൽ കണ്ടവരെ പറ്റി ഒന്ന് പറയണമെന്ന് നമുക്ക് തോന്നുന്നത്. അത് നമ്മൾ നാമം ചൊല്ലിക്കൊണ്ട് വരികയാണെങ്കിൽ നമ്മുടെ മനസ്സിന് അങ്ങനെ പറയാൻ പെട്ടെന്ന് നമുക്ക് തോന്നുകയില്ല. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ പറയും, എന്ത് പറയും? വേണ്ട വേണ്ട, ഞാൻ നാമം ചൊല്ലിക്കൊണ്ട് വരികയാണ്, നാമം ചൊല്ലുന്ന എൻ്റെ നാക്കുകൊണ്ട് മറ്റുള്ളവരെ ദുഷിക്കേണ്ട, എന്തെങ്കിലും ആയിപ്പൊക്കോട്ടെ എന്ന് കരുതി നാമം ജപിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും?
ഇങ്ങ് പോരും. അപ്പം നിരന്തരം ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ രാമരാമ എന്ന് ജപിച്ചുകൊണ്ടേ ഇരിക്കുക, നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ആ നാവ് കൊണ്ട് നമ്മൾ കുറ്റം പറയുന്നത് നിർത്തും. ഇന്ദ്രിയങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? അടക്കും. അതായത് ദേഷ്യമൊക്കെ എന്തു ചെയ്യും? നമ്മൾ അല്പം ഒന്ന് കുറയ്ക്കും. കാരണം ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ഭഗവാനെ എന്നൊന്ന് വിളിച്ച് അവിടെ നിന്ന് അങ്ങ് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാരായണ നാരായണ എന്ന് വിളിച്ച് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ദേഷ്യം ഒന്ന് ശമിക്കും. എന്തെങ്കിലും ആയിക്കോട്ടെ, അവർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കാൻ ഈശ്വരനുണ്ട് എന്ന തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് എന്തു ചെയ്യും? ഇങ്ങനെ ഒരു നദീപ്രവാഹമായി കടന്നു വരും. എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ കുറ്റം പറയാൻ നമുക്ക് തോന്നുകയില്ല. ദേഷ്യം വരുമ്പോൾ ഭഗവാനെ ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ, എല്ലാം ഞാൻ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും മാറിപ്പോകുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ തന്നെ എന്തു ചെയ്യും? വഴക്കുകൾ കുറയും. നാമം ചൊല്ലുന്ന നാക്കുകൊണ്ട് ആരെയും കുറ്റം പറയണ്ട എന്നുള്ള തോന്നൽ നമുക്ക് എന്തു ചെയ്യും? ഉണ്ടാകും. അപ്പം ഇങ്ങനെ ഭജിക്കണമെന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ എന്തും കൂടെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സ്വധർമ്മം അനുഷ്ഠിക്കണം എന്ന് പറയുന്നുണ്ട്. തൻ്റെ ധർമ്മം എന്താണോ അത് അനുഷ്ഠിക്കുക. തനിക്ക് പറഞ്ഞിരിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്യുക. ഒരു വിദ്യാർത്ഥി അവൻ നന്നായി പഠിക്കുക, അവൻ്റെ ജോലി ചെയ്യുക, ഭഗവാനെ വിളിക്കുക, പ്രാർത്ഥിക്കുക, ഭഗവാനെ നമസ്കരിക്കുക. ഫലം ഈശ്വരൻ തരും. ഒരു ഭാര്യയുടെ ധർമ്മം ചെയ്യുക. ഭർത്താവ് എങ്ങനെ ആയിക്കോട്ടെ, അമ്മായിയമ്മ എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ ഈശ്വരൻ തന്നിരിക്കും എന്ന് നിശ്ചയിച്ച് മുമ്പോട്ട് പോവുക. നമ്മൾ വ്യാധഗീത പഠിച്ചു. ആ വ്യാധഗീത പഠിച്ചപ്പോൾ അവിടെ വ്യാധൻ എന്താണ് ചെയ്യുന്നത്? ഇറച്ചിവെട്ടുകാരനാണ്, പക്ഷേ മഹായോഗിയാണ്. അതായത് നമ്മൾ എന്ത് ജോലി ചെയ്തോട്ടെ, നമ്മൾ മീൻ വിറ്റോട്ടെ, ഇറച്ചി വിറ്റോട്ടെ, അതല്ലെങ്കിൽ ചിലപ്പം ഒരു പലിശ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരിക്കും, ചെയ്തോട്ടെ. നമ്മുടെ കൈകൊണ്ട് നമ്മുടെ മുതലാളിക്ക് വേണ്ടി നമ്മൾ പലിശ എണ്ണി മേടിക്കുന്നുണ്ടാകും, ചെയ്തോട്ടെ, ഒരു പ്രശ്നവുമില്ല. നമ്മൾ എന്ത് ജോലി ചെയ്താലും ആ ജോലി ഭംഗിയായി ചെയ്യുക. അത് തൻ്റെ കർമ്മമാണെന്ന് വിചാരിച്ചു ചെയ്തുകൊണ്ട് ഭഗവാനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയായാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകുമെന്നാണ് ഈ 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കാരണം ഒരേ ഒരു ലക്ഷ്യം എന്താണ്? മോക്ഷമാണ്. അതുകൊണ്ട് ആ ലക്ഷ്യത്തെ ഓർത്തുകൊണ്ട്, അതാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ച് ഈശ്വര സ്മരണയിൽ എപ്പോഴും ഇരുന്ന് ഭഗവാനെ നമസ്കരിച്ച് മുമ്പോട്ട് പോവുക. സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? നാമസങ്കീർത്തനം. അത് ഏറ്റവും ഉത്തമമാണ്. ഇത് പലതരത്തിലാകാം. അതായത് നാമം ജപിക്കുന്നത് ഒരിടത്ത് ഏകാന്തമായി ഇരുന്നു കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം? തുടരെ നാമം ഉച്ചരിക്കാം. കൂട്ടായിരുന്ന് ഭജനഗാനങ്ങൾ ആലപിക്കാം. അതുപോലെ ഒരു മന്ത്രം, അത് നിരന്തരം, ഏതെങ്കിലും ഒരു മന്ത്രം അത് നിരന്തരം നമ്മുടെ മനസ്സിലും നാവിൻ തുമ്പിലും സൂക്ഷിച്ചു വെച്ച് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ അത് മനസ്സുകൊണ്ടോ നാവുകൊണ്ടോ എന്തു ചെയ്യാം? ഉച്ചരിച്ചുകൊണ്ടേ ഇരിക്കാം. സർവപ്രപഞ്ചവും ഭഗവാനായി, അതല്ലെങ്കിൽ ഭഗവാന്റെ മായയായി, ഭഗവാന്റെ സ്വരൂപമായി കണ്ടുകൊണ്ട് ഭാവനയിലൂടെ അവനവൻ്റെ സംഭാഷണങ്ങളെല്ലാം തന്നെ ഭഗവാനിൽ സമർപ്പിച്ച് മുമ്പോട്ടു പോകാം. ഹൃദയമാലിന്യങ്ങളും വികാരവിക്ഷോഭങ്ങളും അതിവേഗമകറ്റി ഹൃദയം ശുദ്ധമാക്കുന്നതിനായി നാമസങ്കീർത്തനം പോലെ വിശിഷ്ടമായ മറ്റൊരു സാധനയില്ല എന്നുകൂടി ഇവിടെ ഭഗവാൻ പറഞ്ഞു കേൾപ്പിക്കുന്നു.
അതാണ് നിരന്തരം നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ശുദ്ധീകരിക്കപ്പെടും. അവൻ്റെ മനസ്സും ശരീരവും എല്ലാം തന്നെ ശുദ്ധീകരിക്കും. അവൻ്റെ ബുദ്ധി ശുദ്ധീകരിക്കും, അവൻ്റെ നാവ് ശുദ്ധീകരിക്കും, അവൻ്റെ ചിന്തകൾ ശുദ്ധീകരിക്കും. നിരന്തരം ഭഗവാനെ ഭജിച്ചുകൊണ്ടേയിരിക്കുക. നിരന്തരം ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാനോടുള്ള പ്രേമം വർദ്ധിക്കും എന്നുകൂടി ഭഗവാൻ എന്തു ചെയ്യുന്നു, ഇവിടെ പറഞ്ഞു വെക്കുന്നു. ഭഗവാനോടുള്ള പരമപ്രേമം തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഭക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗോപികമാരാണ് ഏറ്റവും വലിയ ഭക്തരെന്ന് ഭഗവാൻ പറയുന്നത്. കാരണം അവരങ്ങ് ഭഗവാനെ പ്രേമിക്കുകയാണ്. അവരെന്തിനാണ് ഭഗവാനെ പ്രേമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കതിന് ഉത്തരവില്ല. എന്താണ് അവർക്ക് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരമില്ല, ഒന്നുമില്ല. ഭഗവാനോടുള്ള അപാരമായ പ്രേമം. അതുകൊണ്ടാണ് ഗോപികമാരാണ് ഏറ്റവും വലിയ ഭക്തരെന്ന് ഭഗവാൻ പറയുന്നത്. ഭജനം പ്രേമത്തെയും പ്രേമം ഭജനത്തെയും ദിനംപ്രതി ഗാഠതരമാക്കിക്കൊണ്ടേയിരിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതൊക്കെയാണ് മനുഷ്യൻ ശീലിക്കേണ്ടത്. ഇങ്ങനെ ശീലിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയും അവസാന കാലം മോക്ഷത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇങ്ങനെ ആയിരിക്കണം എന്നെ ഭജിക്കേണ്ടുന്നത് എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിലെ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിരന്തരം നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് ഞാൻ എപ്പോഴും ഓരോ വീഡിയോ തീരുമ്പോഴും നിങ്ങളോട് അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിരന്തരം നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. നാമം ജപിക്കുന്നത് നമുക്ക് തന്നെ ഒരു ശുദ്ധീകരണത്തിന് ഏറ്റവും ഉത്തമമാണ് എന്ന് ചിന്തിക്കുക. അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളൊക്കെ തന്നെ ഈ നാമജപത്തിലൂടെ മാറ്റിയെടുക്കുന്നതിനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുക. ഒരു പ്രത്യേക സമയത്ത് ഇരുന്ന് നമുക്ക് നാമം ജപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ തന്നെ നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ.